പറയാനുള്ളത് ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടക്ടറിനോടോ ഡ്രൈവറിനോടോ അല്ലെങ്കിൽ കൂടെയുള്ള പാസഞ്ചേഴ്സിനോടോ പറയണം കേട്ടോ. ഹായ്, അപ്പോൾ ഒരു സംഭവം പറയാം. കുറച്ച് നാൾ മുന്നേ ഞാനിങ്ങനെ ഒരു KSRTC പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രണ്ടിലാണ് കയറിയത്, സൈഡ് സീറ്റ് ഉണ്ടായത്, അങ്ങനെ ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിലൊരു സീറ്റ് ഒഴിവുണ്ടായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ബാക്കിലേക്ക് പോയി. അങ്ങനെ ബാക്കിൽ പോയിരുന്നു. അപ്പം ഞാൻ ഈ ഫ്രണ്ടിലിരുന്ന സമയത്ത് ഞാനിങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പേഴ്സ് എടുത്തു. പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. അതിന് ശേഷമാണ് ഞാൻ ബാക്കിലോട്ട് പോകുന്നത്. അങ്ങനെ ബാക്കിലോട്ട് പോയിരുന്നു. അപ്പം കണ്ടക്ടർ അപ്പം ടിക്കറ്റ് എടുക്കാൻ വന്നില്ല, ടിക്കറ്റ് എടുത്തില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ടിക്കറ്റ് ചോദിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും പേഴ്സ് കാണാനില്ല. അപ്പം ഞാൻ വണ്ടി കയറിയതിനു ശേഷം പേഴ്സ് എടുത്തായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ, ഫ്രണ്ടിൽ ഞാൻ എണീച്ച സമയത്ത് എൻ്റെ മടിയിൽ നിന്ന് പോയി. സീറ്റ് കണ്ട എപ്രാളത്തിന് ഞാൻ ബാക്കിലോട്ട് ഇറങ്ങി ഓടിയതാണ്. അങ്ങനെ പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് പോയി നോക്കുകയാണ്. അപ്പം ഞാൻ ഇരുന്ന സീറ്റിലൊരു ആളിരിക്കുകയാണ്. അതുകൊണ്ടൊരു 40 ഏജ് വരും. അപ്പം ഞാനിങ്ങനെ അയാളുടെ മീൻസ് ആ സീറ്റിൻ്റെ അവിടെ കാലിൻ്റെ അടിയിലും അവിടെ എല്ലാം നോക്കുകയാണ്. കാണാത്തപ്പോൾ ഞാൻ പേടിച്ചു പോയി. കാര്യം അവിടെ ഇരുന്നിട്ട് അവിടെയും കാണാനില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ബാക്കിലോട്ട് വന്നു, കണ്ടക്ടറിനോട് പറഞ്ഞു ഇതേപോലെ എൻ്റെ പേഴ്സ് കാണാനില്ല, ഞാൻ അവിടെ ഇരുന്നതാണ്. അങ്ങനെ ഒരു ലേഡി ആയിരുന്നു. അങ്ങനെ എണീസ് വന്നു, എൻ്റെ കൂടെ വന്നിട്ട് എല്ലാവരോടായിട്ട് പറഞ്ഞു ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കണം, ഇതൊരു പ്രശ്നമാവില്ല, അങ്ങനെയൊക്കെ പറയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മനുഷ്യൻ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ്. ഇതാണോ മോളെ കാണാതെ? ഇത്രയും നേരം ചോദിച്ചിട്ട് ആ മനുഷ്യൻ്റെ ഒരു വക മിണ്ടിയിട്ടില്ലേ. കണ്ടക്ടർ എണീച്ച് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇഷ്യൂ കുറച്ച് കാര്യം തോന്നിയിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കും പുള്ളി എടുത്ത് തന്നത്.